ഇവിടെ നമ്മൾ ഇന്ന് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഏറ്റവും ചെറിയൊരു പ്രോഗ്രാം നമ്മളിവിടെ തയ്യാറാക്കുന്നത് ടെക്സ്റ്റ് എഡിറ്ററിലാണ്. നമ്മുടെ ബർത്ത് ഇയറും കറണ്ട് ഇയറും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഏജ് ഇത്രയാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ റൺ ചെയ്യുന്നത് IDLE പോലുള്ള സോഫ്റ്റ്വെയറുകളിലല്ല, മറിച്ച് ടെർമിനൽ വിൻഡോയിലാണ്. ആദ്യമായിട്ട് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ ബർത്ത് ഇയർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള പ്രോഗ്രാം തയ്യാറാക്കുകയാണ്. ബർത്ത് ഇയർ അണ്ടർസ്കോർ ഇയർ. ഇവിടെ അണ്ടർസ്കോർ കൊടുക്കുന്നത് ഇവിടെ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഇടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ കുത്തും കോമയും സ്പേസും എല്ലാം ഒരു കോഡായിട്ടാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ അവിടെ എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പേസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി അണ്ടർസ്കോർ ഉപയോഗിക്കുക. ഇത്രയുമാണ് ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു, അണ്ടർസ്കോർ ഇടണം എന്നുള്ളത്. ഇനി മൂന്നാമത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏജ് ഈക്വൽ ടു കറണ്ട് ഇയർ മൈനസ് ബർത്ത് ഇയർ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ കോഡ്. ഏജ് എന്ന് പറയുന്നത് എന്താണെന്ന് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ അത് കറണ്ട് ഇയർ മൈനസ് ബർത്ത് ഇയർ ആണെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് മുകളിലേക്ക് വന്ന ബർത്ത് ഇയറിൻ്റെയും കറണ്ട് ഇയറിൻ്റെയും വാല്യൂസ് അവിടെ എടുക്കുകയും അതിനുശേഷം പ്രിൻ്റ് എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് അവിടെ റൺ ആവുകയും ചെയ്യുകയാണ്. പ്രിൻറ്റ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് വരുന്നത് മാറ്റമൊന്നും കൂടാതെ തന്നെ അതേപടി ടൈപ്പ് ചെയ്ത് വരാനുള്ള കണ്ടൻറ്റാണ്. യുവർ ഏജ് ഈസ് എന്ന് പറയുന്നു. അതിനുശേഷം കോമ ഏജ് എത്രയാണോ നമ്മൾ അവിടെ കണ്ടെത്തി വെച്ചിരിക്കുന്നത് അത് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഇതൊന്ന് സേവ് ചെയ്യുക എന്നുള്ളതാണ്. സേവ് ചെയ്യുമ്പോൾ ഞാനത് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുന്നു. ഇവിടെ ഏജ് എന്നതിന് പേര് കൊടുക്കുന്നു. ഒന്ന് സേവ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും പ്രവർത്തിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് ഇവിടെ ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് മാത്രമാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീണ്ടും അതൊന്ന് സേവ് അസ് ചെയ്തിട്ട് അതിൻ്റെ തെറ്റെന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ .py എന്നുള്ളത് കൂടി അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമാണ് അതൊരു പൈത്തൺ പ്രോഗ്രാമായിട്ട് മാറുള്ളൂ. ഇവിടെ ഫയൽ നെയിം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത് നമുക്കിനി റണ്ണിങ് ടെർമിനൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫയൽസിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആ ഫയലുള്ള ഭാഗത്ത് പുറത്തൊരു ഭാഗത്തായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ഇൻ ടെർമിനൽ എന്നുള്ളത് അടിച്ചു കൊടുക്കുകയാണ്. ഇനി അവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് പ്രോഗ്രാം വെച്ച് ഓപ്പൺ ചെയ്യണം, അതേപോലെ എന്താണ് ഫയൽ നെയിം, ഇത്രയുമാണ് നമ്മളവിടെ കൊടുക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ പൈത്തൺ 3 സ്പേസ് age.py എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, എൻ്റർ അമർത്തുന്നു. ഇവിടെ അത് റണ്ണായിട്ട് ഏജ് 14 എന്നുള്ള ഉത്തരം അവിടെ തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് ടെർമിനൽ വിൻഡോ ഉപയോഗിച്ചുകൊണ്ടും ഇത് റൺ ചെയ്യാവുന്നതാണ്.